തൃശൂർ അതിരപ്പള്ളി ഏഴാറ്റുമുഖം മുന്നൂർപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്നുള്ള വാർത്തയാണ് ജെയ്സൺ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടം എത്തി കൃഷി നശിപ്പിക്കുന്നതും സമീപത്തെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തമിഴ്നാട് വാൽപ്പാറ മുഡിസ് ബസാറിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി കടകൾ തകർത്തിട്ടുണ്ട്. 3 കടകളാണ് ആനകൾ തകർത്തത്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമോളപ്പിൽ, ഗുഡ് ഈവനിംഗ്. ഒരിടത്ത് ആന ചവിട്ടിക്കൊന്ന ഒരാളെ കുറിച്ച് നമ്മൾ തൊടുപുഴയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് കാട്ടാനക്കൂട്ടം പരാക്രമം തുടരുകയാണല്ലേ തൃശ്ശൂരിൽ? സുജയ, ഗുഡ് ഈവനിങ്. കാട്ടാനയുടെ ക്രൂരകൃത്യങ്ങൾ 3 സംഭവങ്ങളാണെന്ന് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഒന്ന് അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗത്താണ്. ഏഴാറ്റുമുഖം ഭാഗത്ത് വൻതോതിൽ കൃഷി നശിപ്പിച്ച കാട്ടാന, അതായത് 100-ലധികം വാഴകൾ, കവുങ്ങുകളൊക്കെയും തകർത്ത് നശിപ്പിച്ച് ആ പ്രദേശവാസികൾക്ക് നിരന്തരമായ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാട്ടാന കൂട്ടത്തെക്കുറിച്ചാണ് ഒന്ന്. മറ്റൊന്ന് വാൽപ്പാറ എന്ന് പറയുന്ന ഒരു സുഖവാസ കേന്ദ്രമാണ്. സത്യത്തിൽ അവിടെ ആ ടൗണിൽ കാട്ടാന കൂട്ടം ഇറങ്ങി. അതിൻ്റെ ദൃശ്യങ്ങൾ നാം കാണിച്ചിരുന്നു. ദൃശ്യങ്ങൾ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ അവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ അത്ര സുഖകരമല്ല. കാട്ടാനക്കൂട്ടം നഗരത്തിലിറങ്ങി അവിടുത്തെ കടകൾ തകർത്ത് ശേഷം മടങ്ങിയതാണ് അടുത്ത വാർത്ത. മറ്റൊന്ന് ഖബാലി എന്ന കുപ്രസിദ്ധയായ ആന വീണ്ടും അതിരപ്പള്ളി റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണം നിരന്തരമായി വരികയാണ്. ജനങ്ങൾ നിസ്സഹായരായി മാറുകയാണ്. സുജയ. ഓക്കെ ജെയ്സൺ, അതെന്തായാലും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അവരുടെ ജീവനോപാധിയാണ് കൃഷി. ആ കൃഷി നശിപ്പിക്കുന്നു, കടകളൊക്കെ നശിപ്പിക്കുന്നു. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഉണ്ടാക്കുന്ന ശല്യം, അതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടത്.